നമുക്കറിയാം വൈദിക പരിശീലനം വളരെ ദീർഘമാണ്. ഇന്നും 10-12 ഒക്കെ വർഷങ്ങൾ ദീർഘമായ പരിശീലനത്തിന് ശേഷമാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വൈദിക പരിശീലനമൊക്കെ സ്വീകരിച്ച് പട്ടങ്ങൾ സ്വീകരിക്കുക. പക്ഷേ നമുക്കറിയാം ഈ പരിശീലനത്തെക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിൻ്റെ കൃപ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാണ് അതിലുമൊക്കെ പ്രധാനപ്പെട്ടത്. പരിശീലനത്തിനോട് ചേർന്ന് ആത്മാവിൻ്റെ നിറവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയെ പൗരോഹിത്യം സ്വീകരിക്കുന്നുള്ളൂ. നമ്മളിന്ന് കേട്ട വായനകൾ, കേട്ട കീർത്തനങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ആ അർത്ഥം നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തരുന്നുണ്ട്. വിശുദ്ധിയോടെ ഈ കർമ്മത്തിനായിട്ട് അണയണമെന്ന് വൈദികാർത്ഥിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൗരോഹിത്യം വളരെ മഹനീയമായ ദാനമാണ്, അതിമഹോന്നതമായ ഒരു സ്ഥാനമാണ്, മാലാഖമാർക്ക് പോലും അപ്രാപ്യമായ ഒന്നാണ്. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക എന്നാണ് കീർത്തനത്തിലൂടെ സഭ പഠിപ്പിക്കുക. ശുദ്ധിയോടെ ഈ കർമ്മത്തിനായിട്ട് അണയുക, വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുക, ആത്മാവിൻ്റെ നിറമിൽ ഈ പരികർമ്മം ചെയ്യുക എന്ന് വൈദികാർത്ഥിയും വൈദികരെയും ദൈവജനത്തെയും ഒന്നാകെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഓരോ വൈദികനും പരികർമ്മം ചെയ്യുന്ന കർമ്മങ്ങൾ വിശുദ്ധമാണ്, അത് മാനുഷികമല്ല. കർത്താവിൻ്റെ പേരിൽ, കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ വൈദികർ നമുക്കായിട്ട് ശുശ്രൂഷ ചെയ്യുക. നമുക്ക് ഓർത്തിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ ശംശന അൽഫോൻസ് ഇന്ന് പട്ടം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുക്കുക കർത്താവിൻ്റെ ദൗത്യമാണ്. കർത്താവ് പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ഭരിക്കുവാനും ഒക്കെയുള്ള അധികാരം അദ്ദേഹത്തിന് നൽകിയാണ് പട്ടാഭിഷേകം നൽകുക, ആത്മാവിൽ നിറച്ച്. അത് കർത്താവിൻ്റെ തന്നെ ദൗത്യം ഏറ്റെടുത്ത് നടത്താനുള്ള വലിയ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഈ സഭയെ ഓർമ്മിപ്പിക്കുക, പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. കാരണം മാമോദിസ കൊടുക്കുവാനും അതുപോലെ തന്നെ വിശുദ്ധീകരിക്കാനും പഠിപ്പിക്കുവാനും തിരുത്തുവാനും ഒക്കെയുള്ള അധികാരം ഇദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ഈ അധികാരം മാനുഷികമല്ല. നമുക്ക് നമ്മുടെ വൈദികാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അൽഫോൻസിനും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം വൈദിക പട്ടം സ്വീകരിക്കുന്ന, ഈ വർഷം സ്വീകരിക്കുന്ന എല്ലാ ഡീക്കന്മാരെയും ശംശാനമാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരേറ്റെടുക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം, വൈദിക ശുശ്രൂഷയില്ല എങ്കിൽ വാസ്തവത്തിൽ സഭയ്ക്ക് നിലനിൽപ്പില്ല. കാരണം വൈദികരിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ, നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന സമയം വരെയുള്ള ജീവിതം. കർത്താവിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന വൈദികരിലൂടെയാണ്. സഭയിൽ ഒന്നാക്കപ്പെടുക, സഭയിൽ അംഗങ്ങളാകുക വൈദികരിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതാന്തസ്തുകൾ, വിവിധങ്ങളായ ജീവിതാന്തസ്തുകളിൽ വൈദികർക്കുള്ള പങ്ക് നമുക്കറിയാം. അവരുടെ ഇടപെടലിലൂടെയാണ് ദൈവം കൃപകൾ നൽകുക, വരദാനങ്ങൾ നൽകുക, കുദാശകൾ നമുക്ക് നൽകുക. അതുകൊണ്ട് ഈ വൈദിക ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ നമ്മുടെ മക്കൾക്ക് കൃപയുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഓർത്തുമിരിക്കാം, ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ അംഗങ്ങളാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. നമുക്കുള്ള പോരായ്മകളും കുറവുകളുമൊക്കെ ഇവർക്കുമുണ്ട്. പക്ഷേ ഈ കുറവുകളെയും പോരായ്മകളെ നികത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ ആവശ്യ നേരത്ത് പ്രോത്സാഹിപ്പിച്ചും തിരുത്തിയും സഹായിച്ചുമൊക്കെ നമുക്ക് ഇവരെയും ഈ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഈ ഇടവകയിൽ നിന്നും ധാരാളം ദൈവവിളികളുണ്ടെന്ന് എനിക്കറിയാം. വൈദികരായിട്ട് സിസ്റ്റേഴ്സായിട്ടൊക്കെ നമ്മുടെ ഇടവകയിൽ നിന്നും ദൈവവിളികൾ നമുക്ക് ലഭിച്ചുകൊണ്ട് തന്നെയാണ് ലഭിച്ചിട്ടുമുണ്ട്. അത് ഇനിയും തുടർന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ കർത്താവിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ, കാരണം ദൈവവിളി എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വിളിയാണ്, ദൈവമാണ് കൊടുക്കുക. അവർ കർത്താവിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. സഭയോട് ചേർന്ന് അല്ലെങ്കിൽ ഇടവകയോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് മക്കൾ തീർച്ചയായിട്ടും ഈ വിശുദ്ധമായ കർമ്മത്തിനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുക. നല്ല പ്രാർത്ഥനാ ചൈതന്യവും അതുപോലെ തന്നെ സഭാത്മക ജീവിതമൊക്കെ നയിക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് ദൈവവിളികൾ ഉണ്ടാകേണ്ടതും. അതുകൊണ്ട് ദൈവവിളികൾ നമുക്കുണ്ടാകണമെങ്കിൽ
നമ്മുടെ മക്കൾ ഈ സ്വരം കേൾക്കണം. വൈദികരായിട്ട് അല്ലെ സന്യാസിമാരായിട്ട് സന്യാസിനിമാരായിട്ട് ഒക്കെ ശുശ്രൂഷയ്ക്കായിട്ട് അണയുവാൻ അവർ തയ്യാറാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ അതിന് പറ്റുന്ന അരൂപി ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുണ്ടാകണം. മക്കൾ ദൈവാരൂപിയിൽ വളർന്നു വരണം. ആ രൂപിക്ക് ചേർന്ന് അവർ ജീവിക്കുകയും ചെയ്യണം. അതിനൊക്കെ നമ്മുടെ ഇടവകയ്ക്ക് സാധിക്കണം. ഇടവകയാകുന്ന സമൂഹത്തിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുമൊക്കെ മക്കൾ വളർന്നു വരികയും ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഇനിയും ധാരാളമായിട്ട് ദൈവവിളികളുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ ഇന്നത്തെ വിശുദ്ധ കർമ്മങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിലൂടെയും വിശുദ്ധ ബലിയർപ്പണത്തിലൂടെയും ഒക്കെ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അൽഫോൻസ് ശംശാന, നിങ്ങൾക്കറിയാം നമ്മുടെ സഭയുടെ പ്രേക്ഷിത മേഖലകളിൽ ആദ്യത്തെ ഒന്നായ ഉജ്ജയിൻ രൂപതയ്ക്ക് വേണ്ടിയിട്ടാണ്, രൂപതയിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നടത്താനായിട്ടാണ് അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുക. ഉജ്ജയിൻ രൂപതയെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എങ്കിലും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ ഉണ്ടാകുന്നതോടൊപ്പം രൂപതയ്ക്ക് വേണ്ടിയും അവിടെ സേവനം ചെയ്യുന്ന നമ്മുടെ വൈദികര സന്യസ്തരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സിറോ മലബാർ സഭയിൽ നിന്നുള്ള വൈദികരും സന്യസ്തരുമാണ് അവിടെ സേവനം ചെയ്യുക. പ്രധാനമായിട്ടും ആ സേവനം ചെയ്യുന്ന മിഷണറിമാരെ പ്രേക്ഷിതരെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് യാചിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും രൂപതയ്ക്ക് വേണ്ടിയിട്ടും രൂപതയിലൂടെയും ഒക്കെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാനായിട്ട് വൈദികരായിട്ട് സന്യസ്തരായിട്ടൊക്കെ പ്രവർത്തിക്കുവാൻ താല്പര്യവും തയ്യാറുമുള്ള മക്കളെ പറഞ്ഞയക്കണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവിളികൾ നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട്, നമുക്കറിയാം. കേരളത്തിൽ നിന്നും നമ്മുടെ സഭയിൽ നിന്നുമൊക്കെ ആശങ്കയ്ക്കൊക്കെ വകയുണ്ട്. പക്ഷേ ദൈവമാണ് വിളിക്കുന്നത്. കുറഞ്ഞു വരുന്നു എന്നതുകൊണ്ട് മാത്രമേ സഭയ്ക്ക് ദോഷം വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ പരിശ്രമമൊക്കെ നടക്കണം. ദൈവം തൻ്റെ സഭയെ കാത്തു പരിപാലിച്ചുകൊള്ളും. നമ്മിലൂടെയും നമ്മെ കൂടാതെയുമൊക്കെ കാത്തു പരിപാലിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ സഭയെ പടുത്തുയർത്തുവാൻ നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് ചിന്തയുണ്ടാകണം. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടക്കുകയും ഒക്കെ വേണം. ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മുടെ വൈദികാർത്ഥിയെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാ വൈദികരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോയെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മളിന്ന് സുവിശേഷ ഭാഗം വായിച്ചു കേട്ടത്. ഈശോ തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി പ്രാർത്ഥിച്ചു. ദീർഘമായ പ്രാർത്ഥനയ്ക്കും പിതാവുമായിട്ടുള്ള ഐക്യത്തിന് ശേഷം മത്തായി സുവിശേഷം പറയുകയാണ് 12 പേരെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. 12 പേരുടെ പേരുകളും അവിടെ സൂചിപ്പിക്കുന്നു. അവരെ സ്ലീഹന്മാരെന്ന് വിളിച്ചു. എന്നിട്ട് തനിക്കുള്ള അവരെ പരിശീലിപ്പിക്കുകയാണ്. തൻ്റെ അധികാരമൊക്കെ കൊടുത്ത് രോഗികളെ സുഖപ്പെടുത്തുവാൻ, അതുപോലെ തന്നെ ആശ്വസിപ്പിക്കുവാൻ, പിശാചുക്കളെ പുറത്താക്കാൻ, ഇങ്ങനെയുള്ള അധികാരങ്ങളെല്ലാം കൊടുത്ത് അവരെ അയക്കുകയാണ്. അവർക്ക് നിർദ്ദേശവും കൊടുക്കുന്നുണ്ട്. ഇന്നത് ചെയ്യണം, ഇന്ന സ്ഥലത്ത് കൂടെ പോകണം, ഇന്ന സ്ഥലത്ത് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ പോവുക, നിങ്ങളുടെ മടിശീലകളിൽ സ്വർണ്ണമോ വെള്ളിയോ ഒന്നും ആവശ്യമില്ല, കൂടെ ദൈവമുണ്ട് എന്ന് തന്നെയാണ് സൂചന. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ എന്താണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, പശ്ചാത്തപിക്കുക എന്ന ദൈവരാജ്യമാണ് പ്രഘോഷിക്കേണ്ടത്. പ്രഘോഷണം അവരുടെ ഉത്തരവാദിത്തമാണ്. ബാക്കിയുള്ളത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. അവർ വിശ്വസ്തയോടെ ഈ പ്രഘോഷണം നടത്തുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ വൈദികർ ചെയ്യാനായിട്ട് വിളിക്കപ്പെടുന്ന ഇതാണ്: ദൈവരാജ്യം പ്രഘോഷിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, പഠിപ്പിക്കുക, പിശാചുക്കളെ പുറത്താക്കുക. ഇതെല്ലാം അവർക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ്. വ്യത്യസ്തമായ രീതികളിലാണ് കുദാശകളുടെ പരികർമ്മത്തിലൂടെയും അതുപോലെ തന്നെ പഠിപ്പിച്ചുമൊക്കെയാണ് ഇവർ ചെയ്യുക. പക്ഷേ കർത്താവിൻ്റെ ദൗത്യം തന്നെയാണ് നിർവഹിക്കുക. എങ്കിൽ കർത്താവിൻ്റെ ദൗത്യം നിർവഹിക്കാൻ അവർക്ക് സാധിക്കണമെങ്കിൽ നമുക്കറിയാം, കർത്താവിനോട് ചേർന്നുണ്ടായിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ മുന്തിരി ഞാൻ തായ്തടിയും നിങ്ങൾ മുന്തിരി ചെടി ശാഖകളുമാണ്. ഈ തായ്തടിയോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ശാഖകളിലൂടെ ഫലങ്ങൾ ഉളവാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ആകുന്ന
തായ്തടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലങ്ങൾ ധാരാളം ആയി പുറപ്പെടുവിക്കുവാൻ വേണ്ടി കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നമ്മുടെ വൈദികരെയും നമ്മെ ഓരോരുത്തരെയും നിങ്ങളെയും നിങ്ങളുടെ ഇടഭാഗങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അൽഫോൻസിൻ്റെ അമ്മയ്ക്കും സഹോദരനും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെല്ലാവർക്കും ഇടവക്കാർക്കും അഭിനന്ദനങ്ങൾ ആശംസകൾ നേരുന്നു. സ്നേഹപൂർവ്വം നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട ശംശാനയ്യ വൈദിക കൂട്ടായ്മയിലേക്ക് സ്വാഗതവും ചെയ്യുന്നു.